കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നിർദ്ദിഷ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി പുരോഗതി സംബന്ധിച്ച് RBDCK ഉദ്യോഗസ്ഥർ റെയിൽവേ കർമ്മസമിതിയുമായി വിശദ ചർച്ച നടത്തി. വെള്ളാപ്പ് മേൽപ്പാലം ആദ്യം തയ്യാറാക്കിയ ഔദ്യോഗിക അലൈൻമെന്റ് പ്രകാരം തന്നെ മുന്നോട്ടു പോകാൻ യോഗത്തിൽ സംയുക്തമായി തീരുമാനിച്ചു. മുഴുവൻ സമയവും തിരക്കനുഭവപ്പെടുന്ന തൃക്കരിപ്പൂരിനോട് ചേർന്ന് 5ഓളം റെയിൽവേ ഗേറ്റുകളാണുള്ളത്. നിരന്തരം ഗതാഗത തടസ്സം നേരിടുന്ന പ്രദേശത്ത് മേൽപ്പാലങ്ങൾ എന്ന ആവശ്യമാണ് അധികൃതർ പരിഗണിക്കുന്നത്. തുടർന്നാണ് ഇത് സംബന്ധിച്ച യോഗം ചേർന്നത്. ബീരിച്ചേരി മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള അന്തിമാനുമതി റെയിൽവേയിൽ നിന്നും ലഭ്യമായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിൽ പദ്ധതിക്കായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. LT-266 വെള്ളാപ്പ് മേൽപ്പാലത്തിൻ്റെതാണ് ചില തടസ്സങ്ങൾ നിൽക്കുന്നത്. അത് എങ്ങനെ ആ മേൽപ്പാലം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള സംബന്ധിച്ച് ഒരു ചർച്ചകളാണ് നടന്നിരുന്നത്. സൈറ്റ് ഇൻസ്പെക്ഷനോട് കൂടിയിട്ട് ഒരു ഫൈനൽ അലൈൻമെന്റിലേക്ക് എത്തിച്ചേരുകയും വെള്ളാപ്പ് മേൽപ്പാലത്തിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും. വെള്ളാപ്പ് മേൽപ്പാലത്തിന്റെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥർ കർമ്മസമിതിയുമായി ചർച്ച ചെയ്തു. ചില ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. തുടർന്ന് ഉദ്യോഗസ്ഥരും കർമ്മസമിതി അംഗങ്ങളും നിർദ്ദിഷ്ട മേൽപ്പാലം നിർമ്മിക്കുന്ന സ്ഥലം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വിശദമായ പരിശോധനകൾക്കൊടുവിൽ RBDCK അധികൃതർ ആദ്യം തയ്യാറാക്കിയ ഔദ്യോഗിക അലൈൻമെന്റ് പ്രകാരം തന്നെ മുന്നോട്ടു പോകാൻ യോഗത്തിൽ തീരുമാനിച്ചു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.